ഇന്നിവിടെ ബീട്രൂട്ട് തോരനാണ് വെക്കുന്നത്. ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനാണ് ചോറിൻ്റെ കൂടെ. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, ബീട്രൂട്ട് 1 എണ്ണം, ഒരു സവാള, ഒരു വലിയ സവാള. ബീട്രൂട്ടിൻ്റെ കൂടെ ഈ സവാള അരിഞ്ഞ് വെച്ചത് ഇടിയാണ്. പിന്നെ പച്ചമുളക് അതും ഇതിൻ്റെ കൂടെ ഇടിയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് തേങ്ങ ഇട്ട് ഇത് നമ്മളിനി നന്നായിട്ടൊന്ന് ഞെരടും. ഒന്ന് ഞെവിടി വയ്ക്കും. മുളകും ഉള്ളിയും എല്ലാം ബീട്രൂട്ടും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെവിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കാണും. നന്നായി ഞെരടിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് വെച്ചേക്കണം. പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി നമുക്കിനി ഈ ബീട്രൂട്ട് അതിനകത്തേക്ക് ഇടാം. ഞെരടി വെച്ചിരുന്ന ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തോരണം. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തോരനാണ് കേട്ടോ ഇത്. മറ്റേ നമ്മൾ അല്ലാതെ രീതിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇങ്ങനെ തേങ്ങയൊക്കെ ഞെവിടി വെച്ചിരുന്ന് ഉണ്ടാക്കി നോക്കേ, നല്ല ടേസ്റ്റാണ്. ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം.